ഡൽഹിയിലെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏകദിന ഉപവാസവും സായാഹ്ന കൂട്ടായ്മയും സംഘടിപ്പിച്ചു. യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഉപവാസം നടത്തിയത്. രാജ്യത്ത് നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളിലും അട്ടിമറികളിലും പ്രതിഷേധിച്ചും നിരാഹാരം അനുഷ്ഠിക്കുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുങ്ങിന് പിന്തുണ പ്രഖ്യാപിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന പ്രതിപക്ഷ സംഘടനകൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടും യൂത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ് കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 50ഓളം സമരപ്രവർത്തകർ ഉപവാസം അനുഷ്ഠിച്ചു. യുവയുടെ കേരള ചാപ്റ്റർ ചെയർമാനും സ്ഥാപക നേതാവും KPCC മെമ്പറുമായ അഡ്വക്കേറ്റ് K. ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. KP നൌഷാദ് അലി MLA ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ P. സുരേന്ദ്രൻ, ഇടതുപക്ഷ ചിന്തകൻ അജിത് കൊളാടി, അഡ്വക്കേറ്റ് നാരായണൻ വട്ടോളി, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, ഫൈസൽ ബാഫിക്ക് തങ്ങൾ, ഫർഹാൻ VM, T. K. അഷ്റഫ്, കണ്ണൻ നമ്പ്യാർ, ജാസ്മിൻ, ആസാദ് മാറഞ്ചേരി, മുസ്തഫ വടമുക്ക്, ഫസലുർ റഹ്മാൻ, അബ്ദുൽ ജബ്ബാർ, NP നബീൽ, ജയപ്രകാശ്, അഡ്വക്കേറ്റ് വാസുദേവൻ, അബ്ദുൽ ലത്തീഫ്, പവിത്രകുമാർ എന്നിവർ സംസാരിച്ചു. സമാപന പൊതുസമ്മേളനം ഉപവാസ സമര നേതാക്കൾക്ക് നാരങ്ങ നീര് നൽകലും ആക്ടിവിസ്റ്റും അധ്യാപകനുമായ ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. ചിന്തയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കളികളൊക്കെ കളിക്കുന്നത്. കാരണം ഇത് 1926 1925 RSS രൂപീകരിക്കുന്നത്. RSSന്റെ ഒരു നൂറ്റാണ്ടിന്റെ പിന്നിടുന്ന സമയത്ത് RSSന്റെ കൃത്യമായിട്ടുള്ള കടന്നു കയറ്റം നമുക്ക് കാണാൻ. അത് BJP മാത്രമല്ല, അത് RSS തന്നെയാണ്. യാതൊരു നൈതികതയും അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ എപ്പോഴും ഇവർ കൊണ്ടുവരുന്നത് എപ്പോ നോക്കിയാലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുമ്പോൾ അപ്പം പാകിസ്ഥാനാണ്, ജിഹാദികളാണെന്ന് പറയുന്ന ഉടായിപ്പായിട്ടുണ്ടാണ്. അതൊക്കെ നിർത്തിക്കൊള്ളു. സർവ്വപരിമാണം ഉടായ്പ എപ്പോൾ ഏത് സമരം വന്നാലും അത് പാകിസ്ഥാനാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കണം. അവർ ഹതാശരാണ്, സംശയമൊന്നുമല്ല, അവർ ഹതാശരാണ്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.